ടീച്ചേഴ്സിനോട് വളരെ സ്നേഹമുള്ള ബഹുമാനമുള്ളൊരു കുട്ടിയായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഓടി ആദ്യം എത്തുന്നത് അവനായിരുന്നു. പെട്ടെന്ന് കണ്ണുനീരാ വന്നു. നല്ല കുട്ടി. ലവ് ചിഹ്നം വരച്ചിട്ട് മിഥുൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. മിഥുൻ തേവലക്കര സ്കൂളിൽ പഠിക്കാൻ ചേർന്നിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ നമ്മളീ നിൽക്കുന്ന പട്ടക്കടവ് സ്കൂളിലുണ്ടായിരുന്നു. ഇത് 7A ആണ്. ഈ ക്ലാസ്സിലായിരുന്നു അവൻ കഴിഞ്ഞ അക്കാദമിക് ഇയർ വരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിലെന്ന് പറയുമ്പോൾ വലതുവശത്തെ 2ാമത്തെ ലെയറിൽ 2ാമതായിരുന്നു ഇവൻ ഇരുന്നത്. മിഥുൻ്റെ ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ നമുക്കൊപ്പമുണ്ട്. ഈ സ്കൂളിൽ ഭയങ്കര വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. നല്ല തമാശയൊക്കെ പറയുന്ന, എല്ലാവരോടും നല്ല സൗഹൃദമുള്ള, ടീച്ചേഴ്സിനോട് വളരെ സ്നേഹമുള്ള ബഹുമാനമുള്ളൊരു കുട്ടിയായിരുന്നു. അന്നും ഭയങ്കര സഹായ മനസ്കതയുള്ള കുട്ടിയായിരുന്നു. ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഓടി ആദ്യം എത്തുന്നത് അവനായിരുന്നു. ഇന്നും ചെരുപ്പെടുക്കാൻ പോയത് അവൻ്റെ ചെരുപ്പല്ല, വേറൊരു കുട്ടിയുടെ ചെരുപ്പെടുക്കാനാണല്ലോ പോയത്. ആണ് ഇത് സ്കൂൾ ബസ്സിൽ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന ചേച്ചിയാണ്. അവനെക്കുറിച്ച് ഓർക്കുമ്പം എന്താ ചേച്ചി? കേട്ടുടനെ പെട്ടെന്ന് കണ്ണുനീരാ വന്നു. നല്ല കുട്ടി. ആൻറ്റി എന്ന് വിളിച്ചു തീർക്കത്തില്ല. സ്കൂൾ വണ്ടി വന്ന ഉടനെ എന്നെ സഹായിക്കാനായിട്ട് വരും. ഞാൻ പറയും, അച്ഛൻ വഴക്ക് പറയും, മോനെ കയറരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. നല്ല കുട്ടിയാണ്, നല്ല പാവം. ആ വീട്ടുകാരും അതേപോലെ തന്നെ. ഇന്നലെ അച്ഛൻ ഇളയ മോനെ ഞാനാണ് കൊണ്ടുവരുന്നത്. ഇപ്പോഴും ഇന്നലെ കൊണ്ടുവന്ന്, ഇന്നലെ അതിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് വണ്ടിയിലാക്കിയിട്ട് ഞങ്ങൾക്ക് ടാറ്റ പറഞ്ഞിട്ടാണ് പോയത്. ഒരു 8:45 ഉച്ചയായപ്പോൾ അറിയുന്നു മരിച്ചു. ഉച്ചയല്ല, ഒരു 10:11 മണിക്ക് അവിടുന്ന് ഇവിടെ വിളിക്കാൻ വന്നു. ഞാൻ അന്നേരം ഇവിടെ നിൽപ്പുണ്ട്. ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതം. നല്ല മകൻ. പക്ഷെ നല്ലൊരു ഭാവിയുള്ള കുഞ്ഞായിരുന്നു. അമ്മ ജോലിക്ക് പോയിരിക്കുമല്ലോ അതിനെ വളർത്താനായിട്ട്. പാവം. സ്കൂളിൽ നമ്മൾ വീട്ടിൽ അവൻ ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്ന, ചുവർ ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. സ്കൂളിൽ വരുമ്പോഴും ഒരു ലവിനകത്ത് മിഥുൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. 2 എണ്ണം. ഇതൊന്ന് ഒരു ലവ് ചിഹ്നം വരച്ചിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്. ഇതിന് ഈ ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും മിഥുനാണോ എന്ന് നമ്മൾ ടീച്ചർമാരോട് ചോദിച്ചിരുന്നു. അതല്ല, അവൻ തന്നെയാണ്. അവൻ 7 വരെ പഠിച്ച ഒരു സ്കൂള്. ഇന്ന് സ്കൂളിൽ കുട്ടികളാരും ഇല്ല. മിഥുൻ മരിച്ചതുമായി ബന്ധപ്പെട്ട ആദരസൂചകമായിട്ടൊക്കെ സ്കൂൾ അവധിയാണ്. കുറച്ച് അധ്യാപകരും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫും മാത്രമാണ് എത്തിയിരിക്കുന്നത്. അവൻ്റെ ഓർമ്മകളിലാണ് അവരുള്ളതും. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.